നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഋഷിശൃംഗ മഹർഷിയെ പറ്റിയാണ് പറയാൻ തുടങ്ങിയത്. ഈ എപ്പിസോഡിൽ ഋഷിശൃംഗനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും വൈശാലി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സിനിമയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും ഏകദേശം ഋഷിശൃംഗന്റെ കഥ അത് തന്നെയാണ്. അദ്ദേഹം വിഭാണ്ഡക മഹർഷിയുടെ മകനായിരുന്നു. എന്നാൽ ഒരു മാൻപേടയാണ് ഋഷിശൃംഗനെ പ്രസവിച്ചത്. അതൊരു അപ്സര സ്ത്രീയായിരുന്നു. ശാപം കൊണ്ട് അവര് മാൻപേടയായി മാറിയതാണ്. അപ്പൊ അങ്ങനെ മാൻപേടയായിരുന്ന സമയത്ത് ഋഷിശൃംഗനെ പ്രസവിച്ചത് കൊണ്ട് ഋഷിശൃംഗന്റെ തലയിൽ ഒരു കൊമ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഋഷ്യശൃംഗൻ എന്ന പേരും കൊടുത്തത്. അപ്പൊ ഋഷ്യശൃംഗനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോ അവര് ആ ദേവസ്ത്രീയായിട്ട് തന്നെ തിരിച്ചങ്ങ് പോയി. അപ്പൊ വിഭാണ്ഡക മഹർഷിയാണ് ഋഷ്യശൃംഗനെ വളർത്തിയത്. വേറെ ഒരു മനുഷ്യരെയും ഋഷ്യശൃംഗൻ കണ്ടിട്ടില്ല, അച്ഛനെ ഒഴിച്ച്. അച്ഛനും മകനും മാത്രം, വേറെ ഒരു മനുഷ്യ രൂപത്തിലുള്ള ആൾക്കാരെയും ഋഷ്യശൃംഗൻ കണ്ടിട്ടില്ല. കാട്ടിലെ മൃഗങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാര്. ആ മൃഗങ്ങൾ ഭക്ഷിക്കുന്നത് പോലെയും വെള്ളം കുടിക്കുന്നത് പോലെയൊക്കെയാണ് അദ്ദേഹം വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും പൂജയും പിന്നെ ഒരുപാട് ഹോമങ്ങളും ഒക്കെ നടത്തി വിഭാണ്ഡക മഹർഷിയോടൊപ്പം തന്നെ നിന്നിരുന്ന മകനാണ് ഋഷ്യശൃംഗൻ. അങ്ങനെ ഇരിക്കെ അംഗരാജ്യത്ത് ലോമപാത രാജാവിന്റെ കൊട്ടാരത്തിൽ ധാരാളം ബ്രാഹ്മണരൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു ഭരണം കാഴ്ചവെച്ച രാജാവായിരുന്നു ലോമപാതൻ. നമുക്കറിയാം, ലോമപാതൻ ദശരഥന്റെ കൂട്ടുകാരനായിരുന്നു. ദശരഥനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം കൊണ്ട് തന്നെ ദശരഥന്റെ ആദ്യപുത്രിയായ ശാന്തയെ ലോമപാത രാജാവിന് ദത്തു കൊടുത്തിരുന്നു. കാരണം ലോമപാത രാജാവിന് മറ്റു മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശാന്ത ലോമപാത രാജാവിന്റെ കൊട്ടാരത്തിലാണ് വളർന്നത്. അങ്ങനെ ഈ ലോമപാത രാജാവിന് ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. അതായത് ബ്രാഹ്മണരോടൊക്കെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്താൽ അദ്ദേഹം അത് പിന്നെ കൊടുക്കത്തില്ല. അങ്ങനെ ഈ ബ്രാഹ്മണരെല്ലാം അംഗരാജ്യത്തു നിന്ന് അങ്ങ് ഒഴിഞ്ഞുപോയി. അംഗരാജ്യത്തു നിന്ന് ബ്രാഹ്മണരൊക്കെ ഒഴിഞ്ഞുപോയി കഴിഞ്ഞപ്പോ അംഗരാജ്യം ആകെപ്പാടെ വരൾച്ച ബാധിച്ച ഒരു രാജ്യമായി മാറി. ഭയങ്കരമായ വരൾച്ച, കുടിക്കാനോ ഒന്നിനും വെള്ളമില്ലാത്ത ഒരവസ്ഥ. അപ്പൊ ഈ അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ എങ്ങനെ മോചിപ്പിക്കാൻ പറ്റും? അദ്ദേഹം താപസന്മാരെയും ബ്രഹ്മർഷിമാരെയൊക്കെ വിളിച്ചു വരുത്തി എന്താ ഇതിനൊരു പോംവഴി എന്ന് ആലോചിച്ചു. അപ്പൊ പറഞ്ഞു, ഋഷ്യശൃംഗനെ അംഗരാജ്യത്ത് കൊണ്ടുവന്ന് അദ്ദേഹം ഹോമം ചെയ്താൽ മഴയുണ്ടാകും. അപ്പൊ അതിനെന്താ വഴി? ആരാ പോകുന്നത്? മഹർഷിയുടെ ആശ്രമത്തിൽ ആർക്കെങ്കിലും കടന്നു ചെല്ലാൻ പറ്റുമോ? ആരെങ്കിലും അങ്ങനെ ഒരു അതിക്രമത്തിന് മുതിർന്നാൽ വിഭാണ്ഡക മഹർഷി അവരെ ശപിച്ച് ഭസ്മമാക്കും. അങ്ങനെ ഇരിക്കെ ആ രാജ്യത്ത്, അംഗരാജ്യത്ത് ഉള്ള ഒരു ദേവദാസി എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തും ഉണ്ടായിരുന്നു. ആ ദേവദാസികൾ വിവാഹം കഴിക്കില്ല. അവര് അമ്പലത്തിന്റെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ ദാസിമാരാണ്. അവര് വിവാഹ ജീവിതം ഉണ്ടാവില്ല. എന്നാൽ വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാരും രാജാക്കന്മാരും ഒക്കെ അവിടുത്തെ അന്തേവാസികളാകും. അവരിൽ പുത്രിമാരും ഉണ്ടാകും. അപ്പൊ അങ്ങനെ ആ ദേവദാസികളിൽ ഒരുവൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അത് സമ്മതിച്ചു. ആ ദേവദാസി തൻ്റെ അതിസുന്ദരിയായ മകളുമായിട്ട് വിഭാണ്ഡക മഹർഷിയുടെ ആശ്രമ പ്രദേശത്ത് പോകാൻ തയ്യാറായി. അതിനു വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും രാജാവ് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. മല്ലന്മാരായിട്ടുള്ള ആൾക്കാരെ വേണമെന്ന് പറഞ്ഞു, തുഴക്കാരെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തൊക്കെ സന്നാഹങ്ങൾ വേണമോ ആ സന്നാഹങ്ങളൊക്കെ രാജാവ് ചെയ്തു കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ അവര് പോയ വഞ്ചി ഒരാശ്രമ തുല്യമായ വഞ്ചിയാക്കി. അതിൽ തുഴക്കാരായിട്ടുള്ള മല്ലന്മാരും ആ ദേവദാസി തൻ്റെ അതിസുന്ദരിയായ മകളുമായിട്ട് അവിടെ പോയി, ആശ്രമ പ്രാന്തത്തിൽ പോയി.
അങ്ങനെ ആശ്രമ പ്രാന്തത്തിൽ പോയി പതുക്കെ വിഭാണ്ഡക മഹർഷി യാഗത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഈ ഋഷ്യശൃംഗൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ പതുക്കെ ഋഷ്യശൃംഗന്റെ അടുത്ത് ഒരു മുനികുമാരനായിട്ടൊക്കെ ഈ ദേവദാസി പെൺകുടി പോയി. അങ്ങനെ ഈ ദേവദാസി പെൺകുടി പോയി ആദ്യത്തെ ദിവസം ഒരു മനുഷ്യജീവിയെ കണ്ട അത്ഭുതവും അതിനേക്കാളേറെ സുന്ദരിയായ അവളുടെ അംഗവിക്ഷേപങ്ങളും ഒക്കെ കണ്ട് അത്ഭുത പരതന്ത്രനായിപ്പോയി ഋഷ്യശൃംഗൻ. അപ്പൊ വിഭാണ്ഡക മഹർഷി പറഞ്ഞ ആശ്രമത്തിലെ കാര്യങ്ങളൊന്നും ഇയാൾ ചെയ്തില്ല. അങ്ങനെ കുറച്ചു നേരം ഇദ്ദേഹവുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ പെൺകൊടി തിരിച്ചുപോയി. വിഭാണ്ഡക മഹർഷി വന്നപ്പം ഇവളെ പറ്റി തന്നെയാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഋഷ്യശൃംഗൻ. അപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വേറൊരു ആശ്രമത്തിലുള്ള ഒരു മുനികുമാരൻ എന്നെ കാണാൻ വന്നിരുന്നു. ആ മുനികുമാരനെ ഞാനും കൂടെ ഇവിടെ കളിച്ചു നടന്നു. അപ്പോ എനിക്ക് അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബ്രഹ്മ തേജസ്വികളായിട്ടുള്ള മഹർഷിവര്യന്മാരല്ലേ, അവരാരും കള്ളം പറയില്ലല്ലോ. അപ്പോ അങ്ങനെ പറഞ്ഞു, അച്ഛാ സ്വർണ്ണാഭരണങ്ങളാണ് ധരിച്ചിരുന്നത്, പാദസരം ധരിച്ചിരുന്നു, അതിസുന്ദരമായ ശരീരമായിരുന്നു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് വിഭാണ്ഡക മഹർഷിയോട് പറയാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു, അതൊക്കെ രാക്ഷസ സ്ത്രീകളായിരിക്കും, അവര് അല്ലെ രാക്ഷസന്മാരായിരിക്കും, അവരൊക്കെ വേഷം മാറി അപ്സരസുകളെ പോലെ വരും. അതിലൊന്നും മോൻ കുലുങ്ങരുത്, അവരെക്കാളൊന്നും അടുപ്പം വയ്ക്കണ്ട, അതൊക്കെ നമ്മളെ അപകടത്തിൽപ്പെടുത്താനാണ് എന്നൊക്കെ വിഭാണ്ഡക മഹർഷി മകനോട് പറഞ്ഞു. വീണ്ടും അടുത്ത ദിവസം അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ വീണ്ടും ഈ മുനികുമാരന്റെ വേഷത്തിൽ ഈ ദേവദാസി പെൺകൊടി ചെന്നു. കുറച്ചുകൂടെ അദ്ദേഹവുമായിട്ട് അടുത്തിടപഴകുകയും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തിന് ചുംബനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പോ അതൊക്കെ ഋഷ്യശൃംഗൻ ആസ്വദിച്ചു. ഋഷ്യശൃംഗൻ ആദ്യമായിട്ടല്ലേ ഒരു മനുഷ്യ ജീവിയെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അദ്ദേഹം ആസ്വദിച്ചു. അന്നും വിഭാണ്ഡകൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ പെൺകിടാവ് പോയി. വിഭാണ്ഡക മഹർഷി വന്നപ്പോ ചമത പിറക്കി വെച്ചിട്ടില്ല, ഹോമത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പുത്രനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് എപ്പോഴും ആ വന്ന മുനികുമാരനെ പറ്റി തന്നെയാണ് ഋഷ്യശൃംഗൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും ആ മുനികുമാരനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ മുനികുമാരൻ തൻ്റെ ശവശക്തി തിരിച്ചെടുക്കാൻ ആത്മസംയമനം കൈക്കൊള്ളാൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഋഷ്യശൃംഗന്റെ മുമ്പ് വന്ന് നൃത്തം ചെയ്ത് ഋഷ്യശൃംഗനെയുമായി ആ കടത്തുവഞ്ചിയായ ആശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞു. അങ്ങനെ ഋഷ്യശൃംഗനെ കൊണ്ട് അംഗരാജ്യത്തിലേക്ക് എത്തി. അംഗരാജ്യത്തിൽ വന്നപ്പോൾ മഹാരാജാവും അദ്ദേഹത്തിന്റെ പത്നി ശാന്ത, മറ്റ് ബ്രഹ്മർഷിമാര്, ഋഷിവര്യന്മാരെല്ലാരും യഥോചിതം അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിനോട് ഈ രാജ്യത്ത് മഴ പെയ്യാത്ത കാര്യവും പറയുകയും അദ്ദേഹം ഹോമം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഋഷ്യശൃംഗൻ ഹോമം നടത്തി കഴിഞ്ഞപ്പോ വളരെ വലിയ വർഷം അംഗരാജ്യത്ത് ഉണ്ടാവുകയും രാജ്യം മുഴുവൻ നിറയെ ജലം ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോ ലോമപാത രാജാവ് തന്റെ ദത്തുപുത്രിയായ ശാന്തയെ ഋഷ്യശൃംഗന് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഋഷ്യശൃംഗന് വിവാഹം കഴിച്ചു കൊടുത്തു. അവര് രണ്ടുപേര് സുഖമായി അവിടെ കഴിയുന്നു. അങ്ങനെ ഒരു ദിവസം വിഭാണ്ഡകൻ അംഗരാജ്യത്തേക്ക് വന്നു. തന്റെ മകനെ തിരികെ വിളിച്ചുകൊണ്ട് പോകാനാണ് അദ്ദേഹം വന്നത്. പക്ഷേ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തന്റെ മകന്റെ രാജോചിതമായ ജീവിതവും അദ്ദേഹത്തിന്റെ പത്നിയായ ശാന്തയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ വിഭാണ്ഡകന് തന്റെ മകൻ എത്തേണ്ട സ്ഥാനത്ത് തന്നെയാണ് എത്തിയത് എന്നുള്ള വിശ്വാസത്തിൽ സന്തോഷത്തോടു കൂടി മകനോടുകൂടെ കഴിയുകയും കുറച്ചു ദിവസം കഴിഞ്ഞ് വിഭാണ്ഡക മഹർഷി
തിരിച്ചു പോവുകയും ചെയ്തു. ഇതാണ് ഋഷ്യശൃംഗന്റെ കഥ. ഈ ഋഷ്യശൃംഗൻ ദശരഥ രാജാവിന് പിന്നീട് മക്കൾ ഉണ്ടാകാതിരുന്നപ്പോൾ യാഗം നടത്തുന്നതിന് വേണ്ടി തൻ്റെ രാജ്യത്തേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും തൻ്റെ മകളായ ശാന്തയും അംഗരാജ്യത്തിലെ രാജാവായ ലോമപാദന്റെ നിർദ്ദേശമനുസരിച്ച് ഋഷ്യശൃംഗൻ അയോധ്യയിൽ ചെല്ലുകയും പുത്രകാമേഷ്ടി യാഗം നടത്തുകയും അതിൽ നിന്ന് ദിവ്യ തേജസ്സായിട്ടുള്ള രൂപം പായസപാത്രവുമായി വരികയും ആ പായസം രണ്ടായി പങ്കുവെച്ച് 2 ഭാര്യമാർക്ക് കൊടുക്കുകയും അവർ രണ്ടുപേരും ഓരോ പങ്ക് മൂന്നാമത്തെ ഭാര്യയായ സുമിത്രയ്ക്ക് കൊടുക്കുകയും ചെയ്താണ് രാമനെയും ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും എല്ലാം ജനനം ഉണ്ടായത്. അദ്ദേഹത്തിന് ദശരഥന് 4 പുത്രന്മാരുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. വിഭാണ്ഡകൻ തിരിച്ചു പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, മകനെ, നിനക്കൊരു പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നീ വീണ്ടും വനത്തിലേക്ക് തന്നെ തിരിച്ചു പോരണമെന്ന്. അതനുസരിച്ച് ഋഷ്യശൃംഗന് പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വനത്തിലേക്ക് തന്നെ തപസ്സിനായി തിരിച്ചു പോവുകയും ശാന്ത അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു. ഋഷ്യശൃംഗന്റെ ആ ആശ്രമത്തിൽ നിന്ന് തിരിച്ച് അവര് വീണ്ടും യാത്രയായി. അങ്ങനെ യാത്രയായി അവര് കൗശികി നദിയുടെ തീരത്തു വന്നു. എല്ലാ തീർത്ഥസ്ഥലങ്ങളിലും അവർ പോയി സമുദ്രത്തിൽ പതിക്കുന്ന സ്ഥലത്തെത്തി സ്നാനം ചെയ്തു. അങ്ങനെ അവർ കലിംഗദേശത്തെത്തി. അവിടെ ലോമേശൻ പറഞ്ഞു, ഈ കലിംഗദേശമാണ്, ഇവിടെ വൈതരണി നദിയാണുള്ളത്. അപ്പോൾ ആ വൈതരണി നദിയിൽ അവർ സ്നാനം ചെയ്തു, തർപ്പണം ചെയ്തു. അത് കഴിഞ്ഞപ്പോ യുധിഷ്ഠിരൻ തന്നെ മഹർഷിയോട് പറഞ്ഞു, ഈ ജലത്തിൽ ആചമനം നടത്തിയപ്പോൾ ഞാൻ സാംസ്കാരിക വിഷയങ്ങളിൽ നിന്ന് മോചനം നേടി. അപ്പൊ എനിക്ക് വാനപ്രസ്ഥ സ്വീകരിച്ച മഹാത്മാക്കളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് 30,000 യോജന അപ്പുറത്ത് നിന്നാണ് ആ ശബ്ദം. ഇപ്പൊ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ വനത്തിലൂടെ സഞ്ചരിക്കുന്നതേ ഉള്ളൂ. ഈ സഞ്ചാരം കഴിഞ്ഞ് അജ്ഞാതവാസവും കഴിഞ്ഞ് നേരെ ഇന്ദ്രപ്രസ്ഥത്തെത്തി ഭരണവും നടത്തി പിന്നീട് അവസാന കാലത്താണ് വാനപ്രസ്ഥ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞു. അങ്ങനെ അവര് കലിംഗരാജ്യത്തു നിന്ന് വീണ്ടും യാത്ര തുടർന്ന സമയത്ത് ഭൃഗു, അങ്കിരസ്, വസിഷ്ഠൻ, കശ്യപൻ എന്നിവരുടെ ഗോത്രക്കാരായ മഹർഷിമാരെ ലോമശൻ പാണ്ഡവർക്ക് പരിചയപ്പെടുത്തി. യുധിഷ്ഠിരൻ അവരെ എല്ലാം പ്രണമിച്ചു. പരശുരാമന്റെ അനുചരനായ അകൃതവർണ്ണനോട് ധർമ്മജൻ ചോദിച്ചു, അദ്ദേഹത്തോട് ധർമ്മജൻ ചോദിച്ചു, ശ്രീ പരശുരാമന്റെ ദർശനം എപ്പോൾ കിട്ടും? അപ്പൊ അകൃതവർണ്ണം പറഞ്ഞു, താമസിക്കാതെ അദ്ദേഹം നിങ്ങളെ കാണും എന്ന് പറഞ്ഞു. അപ്പോ പരശുരാമന്റെ ജന്മത്തെ പറ്റിയും കൂടി യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നു. ജമസേനജിത്ത് എന്ന രാജാവിന്റെ മകളായ രേണുകയെ വിവാഹം കഴിച്ചു. അങ്ങനെ രേണുകയെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിന് 5 പുത്രന്മാരുണ്ടായി. 5ാമത്തെ പുത്രനായിരുന്നു പരശുരാമൻ. അപ്പോ ഇളയ മകനായിരുന്നെങ്കിൽ സദ്ഗുണസമ്പന്നനായിരുന്നു പരശുരാമൻ. ഒരിക്കൽ പുത്രന്മാർ പഴങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ രേണുക കുളിക്കാനായി പോയി. സ്നാനം കഴിഞ്ഞു മടങ്ങവേ അവർ ചിത്രരഥൻ എന്ന രാജാവ് ജലക്രീഡ നടത്തുന്നത് കണ്ടു. അവര് അവിടെ നിന്ന് അതൊന്ന് ചെറുതായിട്ട് തിരിഞ്ഞു നോക്കി. അങ്ങനെ അവരുടെ മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടായി. ഈ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായത് തിരിച്ചു വന്നപ്പോൾ ജഗദഗ്ന മഹർഷി അത് മനസ്സിലാക്കി. അദ്ദേഹം അവളെ നിന്ദിച്ചു. എന്നിട്ട് പുത്രന്മാരായ രുക്മാവൻ, സുഷേണൻ, വിശ്വവസു ഈ 4 പേരോടും മാതാവിന്റെ ഖണ്ഡം മുറിക്കാൻ പറഞ്ഞു. അവര് തപസ് ചെയ്യുന്ന മഹർഷിയുടെ ഭാര്യയാണ്. അവരുടെ മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ചാഞ്ചല്യം ഉണ്ടായി എന്ന് ജഗദഗ്ന മഹർഷി മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഈ 4 മക്കളോടും പറഞ്ഞു. അവര് 4 പേരും അത് ചെയ്തില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? 5ാമനായ പരശുരാമനോട് പറഞ്ഞു അമ്മയെ വധിക്കാൻ. ഉടൻ തന്നെ പരശുരാമൻ അമ്മയെ വധിച്ചു.
അപ്പൊ ഈ 4 പേരും വധിക്കാൻ പറഞ്ഞിട്ട് വധിക്കാതിരുന്നപ്പോ 4 പേരും മന്ദബുദ്ധികളായി പോട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. ശപിച്ചതിന് ശേഷമാണ് 5ാമത്തെ പുത്രനായ പരശുരാമനോട് അമ്മയുടെ കണ്ഠം മുറിക്കാൻ പറഞ്ഞത്. അപ്പോൾ പരശുരാമൻ അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മകനെ, നിന്നിൽ ഞാൻ സംപ്രീതനാണ്, നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എൻ്റെ 4 സഹോദരന്മാരും നല്ല ബുദ്ധിയുള്ളവരായി തീരണം. എൻ്റെ അമ്മയെ തിരിച്ച് പുനർജനിക്കണം. ഒരിക്കലും ഞാനാണ് അമ്മയുടെ കണ്ഠം മുറിച്ചതെന്നുള്ളത് അമ്മ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുത്രന്റെ ആഗ്രഹങ്ങളെല്ലാം അദ്ദേഹം സഫലമാക്കി കൊടുത്തു. ഇനി അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിലേക്ക്. എല്ലാവർക്കും നമസ്കാരം.